ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും GT's വോയിസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അഡീഷണൽ എലക്റ്റീവിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്ങനെ കരസ്ഥമാക്കാം, പാസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന പോലെ www.mgu.ac.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഹോം പേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഹോം പേജിൽ നിന്നും നേരിട്ട് സ്റ്റുഡൻറ്റ് പോർട്ടൽ സർട്ടിഫിക്കറ്റ് പോർട്ടലിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ നിന്നും നമുക്ക് നമ്മൾ റെഗുലറായിട്ട് പഠിച്ച കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കരസ്ഥമാക്കുന്നത് പോലെ തന്നെ നേരത്തെ ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കൽ പ്രക്രിയ കൂടി ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറുക. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന ലിങ്കിൽ ചെല്ലുക. അവിടെ ചെന്ന ശേഷം സർട്ടിഫിക്കറ്റ് പോർട്ടലിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റ്സ് അപ്ലൈ നൗ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് സർവീസാണ് ആവശ്യമായിട്ടുള്ളത്, ഇവിടെ സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡും മറ്റുള്ള സർവീസുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അഡീഷണൽ എലക്റ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഇതിലേക്ക് താഴേക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ അഡീഷണൽ എലക്റ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്ക് നമുക്ക് ലഭിക്കുന്നു. ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഡിഗ്രി ടൈപ്പ് UG, അഡ്മിഷൻ ഇയർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. ആ രജിസ്റ്റർ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവിടെ ചേർത്ത് തന്നെ അഡ്മിഷൻ ഇയർ ഉണ്ടാവും. 2000 500, 2021 500, 19 500, 2018 500. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് 2017, 18, 20 തുടങ്ങിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അഡ്മിഷൻ ഇയർ സെലക്ട് ചെയ്യുന്നു. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഏത് കോളേജായിരുന്നു നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരുന്ന കോളേജ് ഏതാണ് എന്ന് കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ മാർത്തോമ കോളേജിൽ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ മാർത്തോമ കോളേജ് ഫോർ വിമൻ എന്ന തൻ്റെ കോളേജ് സെൻറ്റർ ആക്കിക്കൊണ്ടായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്. ചിലപ്പോൾ പരീക്ഷ എഴുതിയ സെൻറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് നമ്മളൊരു കോളേജിന് പേര് കൊടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതിയത് ചിലപ്പോൾ മറ്റു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒക്കെ എഴുതാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തൊക്കെ ആണെങ്കിൽ കോളേജ് മാറി കൊടുത്തിട്ടുണ്ടാവാം. ഒത്തിരി കോളേജിൽ സെൻറ്ററൊക്കെ കൊടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഹോൾ ടിക്കറ്റ് പറ്റി മറ്റൊരു സ്ഥലത്ത് പരീക്ഷ എഴുതാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ ഇത് നമ്മൾ ഏത് കോളേജാണ് നമ്മൾ സെൻറ്ററായിട്ട് ചെയ്തത് ആ കോളേജ് സെലക്ട് ചെയ്യുന്നു. ആ കോളേജ് സെലക്ട് ചെയ്ത ശേഷം ഇപ്പോൾ ഞാനിവിടെ ഉദാഹരണം മാർത്തോമ കോളേജ് തന്നെ കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സെലക്ട് ചെയ്യുന്നു. മാർത്തോമ കോളേജ് ഫോർ വിമൻ സെലക്ട് ചെയ്തു. പ്രോഗ്രാം ടൈപ്പ് BComൻ്റെ അഡീഷണൽ എലക്റ്റീവ് ആയതുകൊണ്ട് BCom എടുക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ എത്രയാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നോ, ഏതായിരുന്നു കഴിഞ്ഞത്, അതിൻ്റെ സ്ട്രീം, ഒറിജിനൽ ഡിഗ്രിയുടെ സ്ട്രീം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് ഏറ്റവും ലാസ്റ്റ് വന്ന് ഇപ്പോൾ 1 മുതൽ 3, 4, 5, 6 സെമസ്റ്ററാണ് നമുക്ക് അഡീഷണൽ എലക്റ്റീവ് ഉള്ളത്. അതിൻ്റെ അകത്ത് ലാസ്റ്റ് പാസ്സായ പേപ്പർ ചിലർക്ക് അത് 3 ആയിരിക്കാം, ചിലർക്ക് 4 ആയിരിക്കാം. നോർമലി 4 വരേണ്ടത്. പക്ഷേ ചിലർ സപ്ലി ആയിട്ടോ അല്ലെങ്കിൽ ചില അനുവദനീയമായ ചാൻസ് എഴുതാതെ വന്നു കഴിയുമ്പോൾ ചാൻസ് മാറിപ്പോകും. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വെറുതെ May 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. റീവാലുവേഷൻ സ്ക്രൂട്ടിന് വില നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി റീഅപ്പിയറൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യുക, പിൻകോഡ് എടുക്കുക, ഏത് അഡ്രസ്സിലോട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു വരേണ്ടത് എന്നിവിടെ കൊടുക്കുക. അതിനുശേഷം SLC ബുക്കിൻ്റെ കോപ്പി,
അഡീഷണൽ എലക്റ്റീവ് എൻ്റെ കൺസോൾഡേറ്റ്, അതായത് 4ാമത്തെ പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കൺസോൾഡേറ്റ് 4 സെമസ്റ്ററിൻ്റെ മാർക്ക് ഒരു പേജിൽ നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കാണും. നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ആ മാർക്ക് ലിസ്റ്റിൽ നമ്മൾ ഇവിടെ ഗ്രേഡ് കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജ്, ബികോം ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ നമ്മുടെ ഒറിജിനൽ ഡിഗ്രി അല്ലെങ്കിൽ ആദ്യം നമ്മൾ പാസ്സായ ഫുൾ ഡിഗ്രിയുടെ ഫ്രണ്ട് പേജും അതിൻ്റെ ബാക്ക് പേജും ഇവിടെ അപ്ലോഡ് ചെയ്യുക. താഴേക്ക് നിർബന്ധമില്ലാത്ത കാര്യമാണ് നമ്മുടെ മറ്റ് 3 ഗ്രേഡ് കാർഡ്, ഒരെണ്ണത്തെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും, കൺസോൾട്ടേറ്റ് ചെയ്യാത്ത 3 ഗ്രേഡ് കാർഡ് ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു OTP നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരും. ആ മെയിൽ ഐ ഡിയിൽ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. തുടർന്ന് ഇവിടെ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷനും വരും. അങ്ങനെ നമുക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.